ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴത്തിൻ്റെ പരിപാടി നമ്മുടെ കപ്പയാട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് കപ്പയാണ്. അതുകൊണ്ട് കപ്പ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല മഴക്കാലമൊക്കെ അല്ലേ, കപ്പ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് കപ്പയും ചിക്കനും ആട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ കപ്പ നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ അകത്ത് ചിക്കൻ മസാല, കാശ്മീരി ചില്ലി, പിന്നെ എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനെയെല്ലാം ഉപ്പ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത്, തൈരെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. കപ്പയ്ക്ക് ആവശ്യമുള്ള സവാള, നമ്മുടെ തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം കപ്പ വൃത്തിയാക്കി എടുക്കാം, എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ കപ്പയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ 1 സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ഞാൻ ഈ പ്രാവശ്യം കുക്കറിലാട്ടോ വേവിക്കുന്ന കപ്പ. ഈ മഴയൊക്കെ പെയ്തുകൊണ്ടേ പെട്ടെന്ന് വേകുന്ന പൊടിക്കപ്പയായിരുന്നു ഇത്. പക്ഷെ നമ്മുടെ മഴ പെയ്തുകൊണ്ട് ചിലപ്പോൾ വേകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, ഒത്തിരി നേരം സമയമെടുക്കും. അതുകൊണ്ട് കുക്കറിൽ വെക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് വെന്തോളൂല്ലോ. അങ്ങനെ അതുകൊണ്ടാട്ടോ കുക്കറിൽ വെക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ, ടേസ്റ്റും സന്തോഷവും മനസ്സിനൊരു സുഖമൊക്കെ അല്ലേ. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായി ഉണക്കി പൊടിച്ചാണ്. അതുകൊണ്ട് ഒത്തിരി ഞാൻ മിക്സി പൊടിച്ചാൽ, പക്ഷേ ഒത്തിരി തരിയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എത്ര പൊടിച്ചിട്ടും ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു 2 വിസിലെങ്കിലും നമുക്ക് അടുപ്പിക്കാം കേട്ടോ. നന്നായിട്ട് വെന്തുടയട്ടെ. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ചില്ലി ചിക്കൻ മസാല ആട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കുള്ള പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടാകട്ടെ കേട്ടോ. ഓയിൽ ചൂടായിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ഇടാം. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബേ ലീവ്സും കൂടെ നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാവേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സവാള കുട്ടന്മാരെ 2 മീഡിയം സൈസിലുള്ള സവാളയാട്ടോ ഞാൻ എടുത്തിരുന്നത്. സവാളേനെ നടുവേ മുറിച്ചു, പിന്നെ ഒന്നുകൂടെ ഹാഫായിട്ട് മുറിച്ചിട്ട് അങ്ങനെയായിട്ടായിരുന്നു ഞേക്കുന്നത്. ഇനി സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാവേ. ചിക്കനിൽ ഓൾറെഡി ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്നായിരുന്നു. എന്നാലും സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി ഉപ്പിടണം, നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാളയ്ക്കൊരു ബ്രൗൺ കളർ വരുന്ന വരെ നമ്മൾ വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണേ. സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയിലിട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഞാൻ കുറച്ച് നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തപ്പോൾ ഇട്ടായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവേ. ഏകദേശം ഒരു 4 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ കാശ്മീരി ചില്ലി ആട്ടോ ഞാൻ ഇടുന്നത്. അങ്ങനെ കളറും കിട്ടും, ഒത്തിരി എരിവില്ലല്ലോ പിള്ളേർക്ക്. ഏകദേശം ഈ ചിക്കൻ മസാലയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എരിവുണ്ട്, അതുകൊണ്ട് നമുക്ക് കാശ്മീരി ചില്ലി ഇട്ടാൽ മതി. പച്ചമുളക് ഞാൻ സാധാരണ ചിക്കനിൽ ഇടാറില്ല കേട്ടോ. ഇതൊക്കെ ഈ പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒത്തിരി എരിവ് വരുന്നതുകൊണ്ടേ, ഒത്തിരി എരിവുകൊണ്ട് മക്കൾ കഴിക്കില്ല. നമ്മൾ മക്കൾക്ക് വേണ്ടിയാണല്ലോ അതൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറട്ടെ കേട്ടോ. മേളിലിട്ടോ അപ്പയ്ക്ക് കൊടുത്തോ. അത് നമ്മളുടെ പൊടിയുടെയൊക്കെ കുത്തുമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സവാള കേട്ടോ, ഒരു ചെറിയൊരു സവാളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുക്കാം. സവാള ഇല്ല കേട്ടോ, സോറി, തക്കാളി ആട്ടോ ഇട്ട് കൊടുത്തേ. ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളികൾ നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ, നന്നായിട്ട് ഉടയട്ടെ.
അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ചില സമയത്ത് ഞാൻ കുക്കർ ചിക്കൻ ഉണ്ടാക്കാറുണ്ട്. അതാണ് എളുപ്പം, 2 വിസിൽ കൊണ്ട് പരിപാടി തീരുമല്ലോ. ജസ്റ്റ് എല്ലാം ഒന്ന് വഴറ്റിയിട്ട് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് 2 വിസിൽ അടിച്ചാൽ മതി. പക്ഷേ അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈ കൊണ്ട് വഴറ്റി ഇടയ്ക്ക് ഇളക്കിയൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോഴാട്ടോ. നിങ്ങളുടെ എവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്തും സ്കൂളിൽ വരുന്ന സമയത്തും മഴയായിരുന്നു കേട്ടോ. കുടയൊക്കെ ചൂടി വരണ്ടേയൊക്കെ വന്നു. അല്ലാത്ത സമയത്തൊക്കെ ചെറുതായിട്ടൊക്കെ മഴ പെയ്യുന്നുള്ളൂ. നന്നായിട്ട് മഴ പെയ്യുന്ന പോലെ വരുന്നുണ്ട്, മൂടിക്കെട്ടി വരുന്നുണ്ട്. പക്ഷേ അത്ര ശക്തിയിൽ ഇന്ന് ഇവിടെ പെയ്തിട്ടില്ല കേട്ടോ മഴ. അപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് വഴണ്ടി വരുന്നവർ നമുക്ക് ഇടയ്ക്ക് ഒന്ന് തക്കാളി കുടച്ച് കൊടുക്കുന്നതല്ല കേട്ടോ, പെട്ടെന്നായിട്ട്. നിങ്ങൾക്ക് കപ്പയുടെ കൂടെ ഏത് കോമ്പിനേഷൻ ഇഷ്ടം? മീൻ കറിയാണോ, ബീഫാണോ, പോർക്കാണോ, ചിക്കൻ തന്നെയാണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരിടയ്ക്കൂടെ എന്നും കപ്പ ബിരിയാണിയായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് നാളായിട്ട് ഇപ്പോൾ കഴിക്കാറില്ല. ഇപ്പോൾ ഒരു കപ്പ പറിച്ചിട്ട് ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, ചിക്കനിന് തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാവേ. കുറച്ചധികം നേരമായി കേട്ടോ ഞാൻ മസാലയൊക്കെ പരട്ടി വെച്ചിട്ട്. 2-3 മണിക്കൂറായി. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ചിക്കൻ മസാല കുറച്ചും ഉണ്ടായിരുന്നുള്ളേ, അപ്പോൾ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം നേരം പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല കേട്ടോ. സാധാരണ തേങ്ങയും ജീരകവും ഒക്കെ അരച്ചിട്ട് കപ്പ പുഴുങ്ങിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി ഒരുപോലെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇടയ്ക്ക് എങ്ങനെ ചെയ്യാറുള്ളൂ കേട്ടോ. ഈ വെന്ത കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പ. മഴയാണെങ്കിലും എല്ലാവരും പറയും മഴയൊക്കെ പെയ്തുകൊണ്ടല്ലേ പറിക്കാതെ കിടന്നുകൊണ്ട് കപ്പ വേഗത്തില്ല അങ്ങനെ. പക്ഷേ ഇതുവരെ അങ്ങനെ ഇവിടെ അനുഭവം ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മുടെ കപ്പയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാൽ ചിലരൊക്കെ അങ്ങനെ പറഞ്ഞു, പക്ഷേ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ കപ്പ ഉണ്ടോ, ഒരു വിസിലാട്ടോ ഞാൻ അടുപ്പിച്ചുള്ളൂ. ഒരു വിസിലടിച്ചിട്ടേ നമ്മുടെ കപ്പ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നന്നായിട്ട് ഉടച്ചെടുക്കുക. എന്തോ ഇപ്പം ഇട്ട് തരാം കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഉടച്ചിങ്ങനെ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. ഇനി നമുക്ക് താളിച്ചെടുക്കാം. അതാട്ടോ ഞാൻ ചെയ്യുന്നത്. എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് ചുവന്നുള്ളി വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ കപ്പയുടെ പരിപാടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിരുന്നു കേട്ടോ. അത് നമുക്ക് കടുകിട്ട് കൊടുക്കാതെ. ചിലപ്പോൾ ഞാൻ ഈ കടുകും ചുവന്നുള്ളിയും എല്ലാം പൊട്ടിച്ചിട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ച് മുളക് പൊടിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലേ. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. സാധാരണ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഞാൻ കപ്പയും കൂടെ അതിലിട്ടിട്ട് മിക്സ് ചെയ്യണം. ഇന്നിപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കപ്പയിലേക്ക് നമുക്ക് ഈ വഴറ്റുന്ന കപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചതാണേ നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ.
തേങ്ങയൊക്കെ അരച്ച് പുഴുങ്ങാൻ സമയമില്ലാത്തവർക്കേ ഇങ്ങനെ ഉണ്ടാക്കിയാലും മതി കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നാളെ നമുക്ക് മുണ്ടൻകപ്പ എന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയണേ. ചിലർ ചെണ്ടൻകപ്പ എന്ന് പറയും. അങ്ങനെ പൊഴിച്ചിട്ട് നല്ലൊരു ചമ്മന്തി കൂടെ അരച്ച് നാളത്തെ അതാക്കാം അല്ലേ. കപ്പ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ നാളെ അങ്ങനെ ചെയ്യാം. ചിക്കൻ കറി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുണ്ടങ്ങപ്പയും അങ്ങനത്തെ ഒക്കെ കപ്പ ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് കറികളുടെ കൂടെ കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ. വല്ല ചമ്മന്തിയൊക്കെ മതി, നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അതാണ് കുട്ടുമ്പോന് ഇഷ്ടം. പക്ഷെ ഇങ്ങനെ പുഴുങ്ങുവാണെങ്കിൽ അവൻ കറിയുടെ കൂടെ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ കപ്പ ബിരിയാണി അല്ലെങ്കിൽ മുണ്ടങ്ങപ്പ മാത്രം അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ. കപ്പയും ചിക്കനും ആ കോമ്പിനേഷൻ ഒന്നും അവന് പിള്ളേർ കഴിക്കില്ല കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി മാത്രം ഞങ്ങൾ ഉണ്ടാക്കുന്ന കേട്ടോ. അവർക്ക് വൈകുന്നേരം ചോറ് കഴിക്കും മിക്ക ദിവസവും കഴിക്കാറുള്ളത്. മുന്നോട്ട് ഡാൻസിന് പോയേക്കുക. അവർക്ക് ഡാൻസ് ഉള്ളതുകൊണ്ട് ഡാൻസ് 5:30 പോയതാ. 7 o'clock വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് വേണം പുള്ളിയും പഠിത്തമൊക്കെ ആയിട്ട് ഒന്ന് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട്. ഒത്തിരി ഇത്രയും ദിവസം അവധിയല്ലായിരുന്നോ. ഒന്ന് ഹോംവർക്കൊന്നാണ് ഡിക്റ്റേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. വന്നിട്ട് ഇനി ക്ഷീണമാണോ ഉറങ്ങിപ്പോകുന്നൊന്നും അറിയില്ല. അപ്പം അതിന് മുമ്പ് നമുക്ക് പണിയെല്ലാം ചെയ്ത് തീർത്ത് വെക്കണം. ഇനി നമുക്ക് നമ്മുടെ കാശ്മീരി ചീര ഇട്ട് കൊടുക്കാം കേട്ടോ. കാശ്മീരി ചീര ഇട്ട് കൊടുക്കണം. കളറും കിട്ടിക്കോളൂ അല്ലേ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഈ ഓയിലിനൊക്കെ നല്ല ചൂടാണല്ലോ. ആ ചൂടിൽ കിടന്നിട്ട് ആയിക്കോളൂ നമ്മുടെ മുളക് പൊടി. പെട്ടെന്ന് കരിഞ്ഞു പോകും. നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ പരിപാടി. ഒഴിച്ച് കൊടുക്കാവേ. എത്ര പെട്ടെന്നല്ലേ റെഡിയായത്. നമ്മുടെ വീട്ടിലൊക്കെ കപ്പയുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കപ്പ തിന്നാനൊരു കൊതി തോന്നുമ്പോൾ ഒരു മോഹം തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത് ഞങ്ങൾക്ക് ഒരാഴ്ച ഓൺ കൂട്ടാം. ഞങ്ങൾ രണ്ടുപേരും തന്നെ കഴിക്കുന്നതുകൊണ്ടേ കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ. 2-3 ദിവസത്തിന് ഡിന്നറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കി കഴിക്കുന്നതുകൊണ്ട് ഒന്നും ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങളങ്ങനെ സ്ഥിരം കഴിക്കാറുള്ളതുകൊണ്ട് ചിലർക്ക് വയറ്റിന് പിടിക്കത്തില്ല. ഇവിടെ കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കിയിടും. അങ്ങനെ നമ്മുടെ കപ്പ റെഡിയായി. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കറി റെഡിയായി. കറി ഓഫ് ചെയ്തിട്ട് നമുക്ക് പൊന്നോട്ടിനെ വെയിറ്റ് ചെയ്തിരിക്കും. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയല്ലേ. അടിപൊളി. ഞാൻ വൈകിട്ട് ഇപ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കറിവേപ്പില അങ്ങനെ കറിവേപ്പിലൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടൊക്കെ ഉപയോഗിക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് അങ്ങ് അടച്ചു വെക്കാം. നല്ല കറിവേപ്പിലയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. സൂപ്പർ കപ്പ അല്ലേ. നമുക്ക് അടച്ചു വെക്കാം. ചൂടോടുകൂടി ഇരിക്കട്ടെ. ചിക്കൻ കറി എന്തായാലും നോക്കാം. എന്ത് കാണും. നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പർ കറിയായിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്യാം. കുറച്ച് ചാറ് വേണ്ടതായിട്ട് പറ്റിപ്പോയി. ഇത് മതി അല്ലേ. ചാറ് വേണ്ട. സൂപ്പർ ചിക്കൻ കറി ആയിട്ടുണ്ട്. ഒത്തിരി ചാറില്ല കേട്ടോ. അപ്പൊക്ക് ഇച്ചിരി ചാറ് വേണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊക്കെ ഓക്കെയാണ്. അമ്മ വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഡിന്നർ കഴിക്കട്ടെ കേട്ടോ. നമ്മളുണ്ടാക്കിയ നല്ല വെന്തുടഞ്ഞ കപ്പയാണ്. കപ്പയിലേക്ക് ഈ ചിക്കൻ്റെ ചാറ് അങ്ങ് എടുക്കുക. പിന്നെ കുറച്ച് ചിക്കനും കൂടെ നമ്മൾ മുറിച്ചിങ്ങെടുക്കണം.
എന്നിട്ട് നമ്മുടെ ഇതിലേക്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റാട്ടോ. കഴിച്ചു നോക്കട്ടെ. അസാധ്യ ടേസ്റ്റാട്ടോ. എല്ലാവരും ഇങ്ങനെ കപ്പ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ചിക്കൻ കറി, പുറത്ത് നല്ല മഴയും, സൂപ്പർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.